പറയിപ്പറ്റു പന്തിരുകുലത്തിലെ ചാത്തന്റെ കഥ കേട്ടാലോ? അകവൂർ നമ്പൂതിരിപ്പാടിന്റെ ഭൃത്യനായിട്ട് ആ മനക്കലാണ് ചാത്തൻ താമസിച്ചിരുന്നത്. അതുകൊണ്ടാണ് അകവൂർ ചാത്തൻ എന്ന പേര് കിട്ടുന്നത്. നമ്പൂതിരിപ്പാടിന് ഒരു സ്ത്രീയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. അത് തെറ്റാണെന്ന് നമ്പൂതിരിപ്പാടിന് മനസ്സിലായപ്പോൾ ചെയ്ത പാപങ്ങളൊക്കെ തീരാൻ വേണ്ടിയിട്ട് പുണ്യതീർത്ഥത്തിൽ കുളിച്ചു വരാൻ നമ്പൂതിരി തീരുമാനിച്ചു. ചാത്തനെയും കൂടെ കൂട്ടി. ചാത്തൻ ഒരു ചുരക്കയും കയ്യിലെടുത്തിട്ടാണ് നമ്പൂതിരിയുടെ കൂടെ പോയത്. നമ്പൂതിരി മുങ്ങി കുളിച്ച പുണ്യതീർത്ഥത്തിലൊക്കെ ചാത്തൻ ഈ ചുരക്കയും മുക്കി. എന്നിട്ട് കുളി കഴിഞ്ഞ് വന്നപ്പോൾ പുണ്യതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് വന്ന നമ്പൂതിരിക്ക് ഈ കയ്പൻ ചുരക്ക കൊണ്ട് ഒരു കൂട്ടാൻ വെച്ചു കൊടുത്തു. കൂട്ടാൻ കഴിച്ചിട്ട് നമ്പൂതിരിക്ക് ഇറക്കാൻ പറ്റിയില്ല. അപ്പൊ ചാത്തനെ വിളിച്ച് നമ്പൂതിരി കാര്യം ചോദിച്ചു. അപ്പൊ ചാത്തൻ പറഞ്ഞു, അങ്ങേ പോലെ തന്നെ ഈ ചുരക്കയും പുണ്യതീർത്ഥത്തിലൊക്കെ മുങ്ങി കുളിച്ചു വന്നതാണ്. അപ്പൊ ചുരക്കയുടെ പാപങ്ങളും കയ്പും തീർന്നിട്ടുണ്ടാവും എന്ന് കരുതിയാണ് ഞാൻ കൂട്ടാൻ വെച്ചതെന്ന്. ചാത്തൻ തന്നെ കളിയാക്കിയതാണെന്നും പുണ്യതീർത്ഥത്തിൽ മുങ്ങി കുളിച്ചാലെന്നും പാപങ്ങൾ തീരില്ലെന്നും നമ്പൂതിരിക്ക് മനസ്സിലായി. പാപങ്ങൾ തീരാൻ എന്താണ് വേണ്ടതെന്ന് ചാത്തനോട് ചോദിക്കുകയും ചെയ്തു. അപ്പൊ ചാത്തൻ പറഞ്ഞു, ചെയ്ത പാവം എല്ലാവരെയും കൂട്ടി നിർത്തി വിളിച്ചു പറഞ്ഞിട്ട് ഇരുമ്പ് കൊണ്ട് ഒരു സ്ത്രീയുടെ പ്രതിമ ഉണ്ടാക്കി ആ പ്രതിമയെ തീയിലിട്ട് ചുട്ട് ആ പ്രതിമയെ ആലിംഗനം ചെയ്യണം. ഇതാണ് ചാത്തൻ പറഞ്ഞ പരിഹാരം. നമ്പൂതിരിപ്പാട് അങ്ങനെ ചെയ്യാനും തീരുമാനിച്ചു. ചെയ്ത പാപങ്ങളെല്ലാം എല്ലാവരെയും വിളിച്ചു പറയുകയും ചെയ്തു. പ്രതിമയെ ആലിംഗനം ചെയ്യാൻ പോയപ്പോഴേക്കും ചാത്തൻ പറഞ്ഞു, പാപങ്ങളൊക്കെ സ്വയം മനസ്സിലാക്കി വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ അങ്ങയുടെ പാപങ്ങളൊക്കെ തീർന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, പുണ്യതീർത്ഥത്തിൽ കുളിച്ചാലല്ല ചെയ്ത പാപങ്ങൾ സ്വയം അറിഞ്ഞ് തിരുത്തുമ്പോഴാണ് പാപങ്ങൾ തീരാന്ന്. ദിവ്യത്വങ്ങൾ ഇനിയുണ്ട് അകവൂർ ചാത്തന്. അത് പിന്നീട് ഒരിക്കൽ പറയാട്ടോ. മരുഗല ജര ജര രൂപ മരുഗല ജര ജര രൂപ പരാത്പര സൂര്യ സുധാകര ലോചന മരു